നമ്മുടെ ഫ്ലോറിലെ ഒരു അതിഥി വരാൻ പോവാണ്. ഒരുപാട് നല്ല കവിതകൾ നമുക്ക് സമ്മാനിച്ച, ഒരുപാട് നല്ല സിനിമകൾക്ക് വേണ്ടി പാട്ടുകൾ രചിച്ച ഒരു വ്യക്തി. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫ്ലോറിൽ ഇപ്പൊ മുരുകൻ സാറ് വന്നു പോയി. അതുപോലെ വന്ന സമയത്ത് നമ്മൾ മെൻഷൻ ചെയ്തൊരു പേരായിരുന്നു അനിലേട്ടന്റെ, അനിൽ പനച്ചൂരൻ. ചേട്ടന്റെ പേര് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ചേട്ടന്റെ ആ ഒരു പ്രസൻസ് ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു ഫ്ലോറിൽ വേണമെന്ന് തോന്നി. അപ്പോൾ അനിലേട്ടന്റെ പത്നി പ്രിയതമ ഇന്ന് നമ്മുടെ ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. മായ ചേച്ചി, വെൽക്കം ചെയ്യട്ടെ. ഞാൻ മായ ചേച്ചി ഒരുപാട് സ്നേഹത്തോടെ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. ഓക്കെ, ഞങ്ങള് ഈ ഒരു ഫ്ലോറിൽ ഇങ്ങനെ അനിലേട്ടന്റെ പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. എനിക്ക് തോന്നുന്നു ഷാനിക്കയുടെ പാട്ട് ചെയ്തിട്ടുണ്ട് ജിമിക്ക് കമ്മൽ. എന്റെ ലൈഫിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഹിറ്റ് തന്ന ഒരാളാണ് അനിലേട്ടൻ. അതെ, ഒരിക്കലും മറക്കാൻ പറ്റില്ല. ചേച്ചി ഇപ്പൊ സൈക്കോളജിസ്റ്റ് ആണ്, അതുപോലെ തന്നെ ലോ പഠിച്ചിട്ടുണ്ട്, ഡാൻസർ ആണ്. ഓക്കെ, എങ്ങനെയായിരുന്നു നിങ്ങളുടെ പ്രണയ വിവാഹം കൂടെ ആണെന്ന് ഞാൻ അറിഞ്ഞു. ആദ്യം കണ്ടപ്പോ ദേഷ്യം തോന്നിയെങ്കിലും സംസാരിച്ചു തുടങ്ങിയപ്പോ പ്രണയം തോന്നിയതാണ് അനിലേട്ടനോടൊന്ന്. അപ്പൊ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ആ ഒരു ലവ് സ്റ്റോറി, അതൊന്ന് പറയാമോ? ഞാൻ നേരത്തെ കുഞ്ഞിലെ തൊട്ടേ കവിതയൊക്കെ വായിക്കുന്ന ആളാണ്. കാരണം അച്ഛൻ കവിത എഴുതും. അപ്പൊ പുസ്തകം വായിക്കണമെന്ന് അച്ഛന് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പം കവിതകളൊക്കെ ശ്രദ്ധിക്കും, വായിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ ഒരു ബന്ധു അനുഷന്റെ ഒരു കവിത ചൊല്ലാനിടയായി. ഞങ്ങളൊരു കല്യാണത്തിന് വെച്ച് കണ്ടപ്പോൾ. പിന്നെ അത് കഴിഞ്ഞ് ഞാനന്ന് 10th പഠിക്കുകയാണ്. പിന്നെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഇതേ ഒരു കവിത എനിക്കൊരു ദിവസം വെറുതെ ചൊല്ലിത്തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ കവിത ഞാൻ കേട്ടിട്ടുണ്ട്, ഈ കവിയെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയാം. അപ്പൊ പെട്ടെന്ന് എനിക്കത് ക്ലിക്കായി. അപ്പൊ ഞാനത് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയി. അങ്ങനെ കാരണം ഞാൻ നാട്ടിൽ എൻ്റെ അമ്മ വീട് മാവേലിക്കര. അപ്പൊ അവിടെ ഒരു ഗ്രാമത്തിൽ വെച്ച് കേട്ടതാണ്. പിന്നെ ഞാൻ ട്രിവാൻഡ്രത്ത് വെച്ച് എൻ്റെ ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് അത് കേട്ടപ്പം ഒരു സന്തോഷമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ കവിയെ പറ്റി ചോദിച്ചാൽ പറഞ്ഞു, അത് കേൾക്കാൻ വഴിയില്ല. കാരണം എന്നെ തിരുവനന്തപുരംകാരി എന്നുള്ള നിലയ്ക്കാണ് എൻ്റെ ഫ്രണ്ട്സിന് അറിയാവുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ആ കവിത കേൾക്കുന്നതെന്ന് ആൾക്ക് തന്നെ ഒരു അതിശയമായിരുന്നു. പറഞ്ഞു, എൻ്റെ കൂടെ ലോ കോളേജിൽ ലോ അക്കാഡമിയിൽ പഠിക്കുകയാണ് അനിൽ പനച്ചൂരൻ. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ പറഞ്ഞു, എനിക്ക് പരിചയപ്പെടുത്തി തരണേന്ന് പറഞ്ഞു. അങ്ങനെ ആള് പരിചയപ്പെടുത്തിയപ്പം ഞങ്ങളാണ് പെട്ടെന്ന് കൂട്ടായത്. ഒന്നാമത് ഈ അനുഷന്റെ കവിതകൾ ഈ ഫ്രണ്ടിന് അറിയാവുന്ന കേട്ടതോടുകൂടി പിന്നെ ഈ ഫ്രണ്ടിനെ എപ്പോ കണ്ടാലും ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടാലും എവിടെ വെച്ച് കണ്ടാലും ഞാൻ അപ്പൊ തന്നെ അനുഷന്റെ കവിത ചൊല്ലിത്തരാൻ പറയും. ഓ, അങ്ങനെ. അപ്പൊ ആള് തന്നെ അനുഷേട്ടനോടും തിരിച്ച് അതേപോലെ പറഞ്ഞു, ഇങ്ങനെ ഒരു ഭയങ്കര ഫാനുണ്ട്, എപ്പോഴും ഇങ്ങനെ സംസാരിക്കും, കവിത ചൊല്ലാൻ പറയും, പരിചയപ്പെടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അനുചേട്ടനും അത് സന്തോഷമായി. അങ്ങനെ മിണ്ടിയപ്പോഴേക്കാളെന്തോ അപ്പൊ ആൾക്ക് ഞാൻ പിന്നെ മ്യൂസിക് ഒക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പാടത്തൊന്നുമില്ല. അത് ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, ഞാൻ പാടൊന്നുമില്ല. ഞാൻ മ്യൂസിക് ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷെ പാടില്ല, നന്നായിട്ടില്ല, ചെറുതായിട്ട്. അപ്പൊ ആക്ച്വലി ഞാൻ പാടും എന്നൊക്കെ വെച്ചിട്ടാണ് അനുചേട്ടന് എന്നോട് അങ്ങനെ ഒരു താല്പര്യം തോന്നിയത്. അപ്പൊ അനുചേട്ടൻ സംഗീതം പഠിച്ചിട്ടില്ല. അപ്പൊ ഞാൻ സംഗീതം പഠിച്ച ആളായത് കൊണ്ട് ഭയങ്കര കാര്യമായിരിക്കും, അനുചേട്ടൻ നല്ല ഗുണം ചെയ്യുന്ന വെച്ചിട്ടാണ് അനുചേട്ടൻ ആക്ച്വലി എന്നെ പ്രേമിച്ചത്. അതെ, പക്ഷെ പിന്നെ അനുചേട്ടന് മനസ്സിലായി. എങ്ങനെ അനിലേട്ടൻ ചേച്ചിക്ക് വേണ്ടിയിട്ട് കവിതയൊക്കെ ചെയ്തിട്ടുണ്ടോ? എനിക്ക് വേണ്ടി ഞാൻ പറഞ്ഞിട്ട് കവിത എഴുതിയിട്ടുണ്ട്. ഓക്കെ.